ഒരിക്കലും ചതിക്കാത്ത ആത്മസുഹൃത്താണ് മൗനം. മൗനം ആത്മസുഹൃത്തായി മാറുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ചില മനുഷ്യർ മറ്റുള്ളവരുമായി പലപ്പോഴും വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് അതിൻ്റെ പേരിൽ പ്രതികരിച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. മറ്റു ചിലരാകട്ടെ മിക്കപ്പോഴും നിശബ്ദരായി കാണപ്പെടുന്നു. എന്നാൽ ഈ മൗനം അങ്ങനെയുള്ളവർക്ക് പല സന്ദർഭങ്ങളിലും ഗുണമായി മാറുന്നതും കാണാം. അവർ ബുദ്ധിയുള്ളവരാണ്. കൺമുന്നിൽ കാണുന്നത് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണല്ലോ ഇന്ന്. മുന്നിൽ തെളിയുന്ന സത്യത്തെ പോലും അസത്യമാക്കുന്ന ആളുകൾ ചുറ്റുപാടും സമൂഹത്തിലും ഒക്കെയുണ്ട്. തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ തെറ്റുകാരനാക്കുന്ന ഒരു പൊതുബോധം ഇന്ന് പലരിലും അങ്കുരിച്ചിട്ടുണ്ട്. പണവും സ്വാധീനവും കയ്യൂക്കും നാട് ഭരിക്കുന്ന ഈ കാലത്ത് മനുഷ്യരുടെ ഉള്ളിൽ ശേഷിച്ചിട്ടുള്ള ബാക്കിയുള്ള നന്മ പോലും വറ്റിക്കാനേ ഇത്തരക്കാരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. പ്രതികരിക്കുന്നവരെ മൂലയ്ക്ക് അടിച്ചിരുത്തുന്ന പ്രവണത ഇന്ന് സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഇത്തരക്കാരെ അപഹാസ്യരാക്കാൻ ആളുകൾ തഞ്ചം പാർത്തിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ബുദ്ധിയുള്ളവർ പല കാര്യങ്ങളും സത്യമാണ് എന്ന് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നത്, മൗനം പാലിക്കുന്നത്. അവരുടെ മൗനം അവർക്ക് തുണയാകുന്നത് അപ്പോഴാണ്. ഒരുപക്ഷെ അന്ന് അവർ മൗനം ഭഞ്ജിച്ചിരുന്നെങ്കിൽ അവർക്കത് വിനാശകരമായി ഭവിച്ചേനെ. അവരുടെ മൗനം ആത്മസുഹൃത്തിൻ്റെ രൂപത്തിൽ അവരുടെ രക്ഷയ്ക്കെത്തുന്നത് തക്ക സമയത്താണ്. ശുഭദിനം.